ഹായ് ഗൈസ്, വെൽക്കം ടു കാർ ഗാരേജ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ തന്നെ വണ്ടീനെ പറ്റിയിട്ടാണ്. നമ്മൾ ഇത്ര ദിവസം വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മളുടെ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിക്ക് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾക്ക് ആ കാര്യങ്ങളൊന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി, ടാറ്റ ഇൻഡിക. ഇത് നമ്മൾ വണ്ടി ഗാരേജിൻ്റെ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ഇത് നമ്മളുടെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ മോഡലൊക്കെ ഒന്ന് നോക്കാം. ഈ മോഡലും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വണ്ടി 2010 മോഡലൊക്കെ ഒന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഇത് 2001 മോഡല് ടാറ്റ ഇൻഡിഗയാണ്. നമ്മളുടെ ഇത് ഫ്രണ്ടിലെ ബമ്പർ കാര്യങ്ങളും ഹെഡ്ലൈറ്റൊക്കെ റീപ്ലേസ് ചെയ്ത് ഒരു പുതിയ മോഡലാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് പഴയ മോഡലായതുകൊണ്ട് ഇന്ത്യക്ക് ടർബോ വന്നിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അഡ്വാൻസ് ചെയ്യാനായിട്ട് ടർബോ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ വാൽക്കോറ് കാര്യങ്ങളൊക്കെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഫിറ്റ് ചെയ്തതാണത്. ഇതിൽ ടർബോ കയറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് ഇൻഡിഗോയ്ക്ക് വരുന്ന ഇൻഡിഗോ എന്ന മോഡലിൽ വരുന്ന ടർബോ നമ്മൾ സെപ്പറേറ്റ് കയറ്റിയതാണ്. കാണാം, ഈ ഒരു ടർബോ ഉണ്ടായിരുന്നില്ല ഈ വണ്ടിക്ക്. അപ്പോൾ ഞങ്ങളതിൻ്റെ മാനിഫോൾഡും കാര്യങ്ങളൊക്കെ മാറ്റി ഈ ടർബോൻ്റെ മാനിഫോൾഡും കാര്യങ്ങളൊക്കെ വെച്ച് സെപ്പറേറ്റ് കയറ്റി അതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തേണ്ടി വന്നു. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്ക് ഈ വണ്ടിമേ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇന്ത്യക്ക് അത്ര പവർ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പവർ കൂട്ടാൻ വേണ്ടിയിട്ട് TDI എന്ന് പറഞ്ഞ മോഡലിൻ്റെ പമ്പാണ് നമ്മൾ വെച്ചാണത്. ലോക്കൽ പമ്പ്, സാധാരണ ടൈപ്പ് പഴയ മോഡൽ പമ്പാണ് വന്നിരുന്നത്. അപ്പോൾ ഇത് ഇത്തിരി വാക്വം ഡാൻസൊക്കെ ഉള്ളൊരു പമ്പാണ്. അത് നമ്മൾ കയറ്റിയത് 2002 മോഡലാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. AC ഉണ്ട്. AC ഓൾറെഡി ഈ വണ്ടിക്ക് വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഫ്രണ്ടേജ് ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ കാര്യം പറയുമ്പോൾ, ബാക്കിൽ നമ്മൾ എപ്പോഴും ഈ വണ്ടിക്ക് കെട്ടിവെല്ല് ഉള്ളതാണ്. അപ്പോൾ അത് കാരണം സ്ഥിരമായിട്ട് ഈ കയർ ഇവിടെ ഉണ്ടാവും. നമ്മുടെ ആ വാഗണർ കാര്യങ്ങളൊക്കെ വലിച്ചതിൻ്റെ ഒരു വീഡിയോസ് കണ്ടിരിക്കും. കയർ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇതിൽ ഇന്നർ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നർ സൈഡിലൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഇന്നർ സൈഡിൽ AC ഓൺ ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ ചാവി എടുത്തിട്ടില്ല, AC ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡിൽ ഈ പോർഷനിൽ നമുക്കൊരു വെൻ്റ് കാണാം. അപ്പോൾ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചാണ്. പക്ഷേ വല്ല കുപ്പിയും കാര്യങ്ങളൊക്കെ തണുപ്പിക്കാനായിട്ട് കണ്ട ഇവിടെ ഒരു ഹോൾട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ഈ AC-യുടെ ഈ വെൻഡോന്ന് ഇതിലേക്കൊരു ഹോൾ കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് ഫ്രിഡ്ജായിട്ടും ഈ ഒരു ഗ്ലോ ബോക്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. സെറ്റിങ് കാര്യങ്ങളൊക്കെ നോർമലുള്ള മാതിരി തന്നെ. പിന്നെ ഒരു സാധനം എനിക്കൊരു ഗൾഫിൽ നിന്ന് എൻ്റെ ചേട്ടൻ കൊണ്ടുവന്നതാണ്. നമ്മളുടെ ഫോൺ നമ്മൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഫോണോട് ഇരുന്നോളും. കണ്ടോ, ഇങ്ങനെ വലിച്ചൂര ഫോൺ ഇങ്ങനെ വയ്ക്കുക. ഒരു മാഗ്നറ്റിൻ്റെ ഒരു ചിപ്പാണ്. അതിൻ്റെ ബാക്കിലൊരു മാഗ്നറ്റ് കണ്ടോ, മാഗ്നറ്റ് ഇട്ട്. അപ്പോൾ അത് കാരണം ആ ഒരു മാഗ്നറ്റ് ഇങ്ങനെ ഫോൺ ഇരുന്നോളും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീഡിയോസും കാര്യങ്ങളും എടുക്കാനും പറ്റും. വണ്ടി യാത്ര ചെയ്യുമ്പോഴും പോകായിരിക്കും. പിന്നെ എക്സ്ട്രാ സെറ്റിങ്, സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ഈ ഒരു മോഡലിൽ വരുന്നില്ല. അപ്പോൾ അതും ഫിറ്റ് ചെയ്താണ് അഡീഷണലായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കെട്ടി വലിക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാനത് ഒരു റിവ്യൂ ആയിട്ട് ഇടാം. അത് വണ്ടീനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഈ വണ്ടി, നമ്മളുടെ ഫസ്റ്റത്തെ വണ്ടി, അതായത് ഫസ്റ്റത്തെ ഒരു കാറാണത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു വീഡിയോ ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ ഇത് കളറ് നമ്മളുടെ പഴയ മോഡൽ ഒരു ബ്ലൂ കളറായിരുന്നു, സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ കളറായിരുന്നു. നമ്മൾ ഡസ്റ്ററിൻ്റെ കളറാക്കി. അപ്പോൾ വണ്ടി ഇപ്പോഴും ലുക്ക് തന്നെ, ഒന്ന് വാഷ് ചെയ്താൽ നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് 2002 മോഡൽ വണ്ടി. അതിൻ്റെ മേലെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ അയച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒന്ന് വണ്ടീനെ പരിചയപ്പെടുത്തി വേറെ ഒന്നുമല്ല. നമ്മൾ ഗാരേജിൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ
അതിനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചൊരു വീഡിയോ ഇട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടോ. വേറെ ഒന്നുമല്ല, ഇനിയും കുറച്ച് ടിപ്സും വീഡിയോ ഞാൻ എടുക്കാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ 1 മന്ത് 2 മന്ത് കണ്ട് ആയിട്ടുള്ളൂ എൻ്റെ ഒരു ചാനൽ ഒന്ന് ശരിക്കൊന്നും ഇതായിട്ട് മൂവായിട്ട്. അപ്പോൾ ആ 2 മന്ത് കൊണ്ട് തന്നെ എനിക്ക് 5000 സബ്സ്ക്രൈബ് കിട്ടുന്നത് അത് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനലിൽ ഇനിയും ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളും വരുന്നതാണ്. കുറച്ച് റിവ്യൂ വീഡിയോസൊക്കെ ഇപ്പോൾ പുതിയ സാൻഡ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ആലോചിക്കുന്നുണ്ട് റിവ്യൂ വീഡിയോ ഇടണമെന്ന്. പക്ഷേ ടൈം കുറച്ച് കിട്ടാറില്ല. എന്നാൽ പോലും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഗാരേജിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരും വരാം കേട്ടോ. ഇവിടെ അഡ്വർടൈസ്മെൻറ്റും കൂടി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഗാരേജ് എൻ്റെ ജസ്റ്റ് ഒന്ന് എന്നെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വേറെ ഒന്നുമല്ല, ആർക്കും എന്നെ അറിയില്ല, പേര് വിവരങ്ങളൊന്നും ഞാൻ പറയാറില്ല. എൻ്റെ പേര് ജിപ്സൺ എന്നാണ്. എനിക്കൊരു ഗാരേജ് ഉണ്ട് വെള്ളാങ്ങൽ ഒരു ബ്ലോക്ക് ജംഗ്ഷനിൽ. ഇപ്പോൾ ഇതൊരു 2 ഗാരേജായിട്ട് തരുന്നുണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഗാരേജും മറ്റൊന്ന് ബോഡി ഷോപ്പും പിന്നെ ഡെൻറ്റിങ് വർക്ക് പാച്ച് വർക്കും കാര്യങ്ങളുള്ള 3 ഗാരേജ് ഉണ്ട് ഇപ്പോൾ. അതായത് പെയിൻറ്റിങ്ങും പാച്ച് വർക്കും ഒരു ഗാരേജിലും മെക്കാനിക് വർക്ക് വേറൊരു ഗാരേജിലും. എനിക്കൊരു അനിയനും ഉണ്ട്. ഞങ്ങൾ 2 ആളാണ് ഗാരേജ് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വണ്ടികൾ നമ്മൾ ചെയ്യണമുണ്ട്. ഒരു നല്ലൊരു ഗാരേജായിട്ടാണ് നിലനിന്ന് പോകണം. ഇപ്പോൾ ഒരു 4 വർഷത്തോളമായി ഗാരേജ് തുടങ്ങിയിട്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടിട്ടും വരുന്നുണ്ട്, അല്ലാണ്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു കസ്റ്റമർ പോയിട്ടുണ്ടെങ്കിൽ അയാൾ കെയർ ഓഫിൽ വരുന്നുണ്ട്. നമ്മുടെ അപ്പോൾ ടൈപ്പ് 4 കൺവെർഷനൊക്കെ കുറച്ച് കൂടുതൽ നടക്കുന്ന ഒരു ഗാരേജാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8 വണ്ടിയോളം ഞാനിപ്പോൾ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വർക്കുകളുള്ളൊരു ഗാരേജാണ്. അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ ബ്ലോഗ് ID നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നോവ ടൈപ്പ് 4 ആക്കുമ്പോൾ നമ്മളുടെ ഇന്നോവയുടെ പഴയ പാർട്സുകൾ ഒരുപാട് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ബോണറ്റിന് ഒരു 300-500 തന്നാൽ മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ, നമ്മൾ തീർച്ചയായും തരുന്നതാണ്. അപ്പോൾ ഒരുപാട് ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം കേട്ടോ. ആ ഒരു 50ഓളം ബോണറ്റും ബമ്പറും ഒരു 50 വണ്ടിയോടത്തോളം ഇതിൻ്റെ സ്ക്രാപ്പായിട്ട് ഇപ്പോൾ നമ്മുടെ ഗാരേജിലുണ്ട്. വേറെ ഒന്നല്ല, അത് സെയിലായി പോകുന്നില്ല. അപ്പോൾ സ്ക്രാപ്പിൽ തൂക്കത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 രൂപയൊക്കെ 1 കിലോയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ലൊരു വണ്ടി അങ്ങനെയൊക്കെ ആക്സിഡൻ്റുള്ള വണ്ടികളുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഞാൻ തരുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മുടെ ഇത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.